കൂന്തലിൻ്റെ കുപ്പായം കഴിച്ചാലോ? ഇന്നലെ അമ്മക്ക് കിട്ടിയ വലിയ കൂന്തലില്ലേ, അതിനെ ഇന്നലെ രാത്രി വന്നേമ്പാട് വലിയൊരു ചെമ്പിലിട്ട് വെച്ച് ഇന്ന് രാവിലെ വെള്ളത്തിൽ നിന്ന് എടുത്ത് വലിയൊരു ഇല മുറിച്ച് അതിൽ കിടത്തി ഞാൻ മുറിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഈന ഒന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കണ്ടേ. ഇത് മുറിച്ച് കഴിഞ്ഞാൽ കുറേ ഉള്ള പോലെ കേട്ടോ. അന്നേരം പിന്നെ വിചാരിച്ച് രണ്ട് ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന്. ഒന്ന് ചെറിയുള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഡ്രൈ ആക്കിയിട്ടും, രണ്ടാമത്തെ നമ്മൾ ഗ്രേവി പോലെ സാധാരണ വെക്കൂലേ അതുപോലെ കേട്ടോ ചെയ്യുന്നത്. കൂന്തൽ ചെറുങ്ങനെ മുറിച്ച് നമ്മൾ നല്ലോണം കഴുകി കുക്കറിലിട്ട് ഒരു 10-12 വിസിലടിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ ഊറ്റിയിട്ടാണ് അതിലുള്ള വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരേ സമയം ചട്ടിയിലും ഫ്രൈ പാനിലും ഞാൻ രണ്ട് ടൈപ്പിൽ രണ്ട് ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണ്. കുറേ സമയത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ എൻ്റെ ഗ്രേവി പോലെയുള്ള കറിയും ഡ്രൈ ആയിട്ടുള്ള ഒരു ഉപ്പേരി പോലത്തെ ഒരു സംഭവം രണ്ടും സെറ്റായിട്ടോ. ഇനി നമുക്കങ്ങ് തിന്നാലോ. എന്താ മുഞ്ചിലേ വിളമ്പുന്നേരം തന്നെ അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടേ. ഞാനിത് ആയമ്പാട് ഇങ്ങനെ ടേസ്റ്റ് നോക്കി കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇത് സംഭവം. കുറച്ച് ഗ്രേവി പോലെയും കുറച്ച് ഡ്രൈ ആയിട്ടും ഇങ്ങനെയാണ് ചെയ്തത്. നല്ല ഫ്രഷ് കൂന്തലാണേ, ഇന്നലെ പിടിച്ചോണ്ട് ഐസൊന്നും വെക്കാതെ. അപ്പം അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ. സ്വർഗം മക്കളെ, സ്വർഗം. എന്താ ടേസ്റ്റ്. ഫ്രഷ് കൂന്തൽ വേണ്ടോല് പോയിട്ട് നമ്മളെ കടപ്പുറത്ത് വാങ്ങിക്കട്ടോ. ഒരു രക്ഷയില്ല, പൊളി കിണ്ണം കാച്ചി കറി. ഒരു 6 മണിക്ക് ഇങ്ങനെ പോയാൽ കിട്ടും. വാങ്ങിക്കട്ടോ, മിസ്സാക്കണ്ടേ. അത്ര ടേസ്റ്റാണ്.